ഒരു വറ്റയും ഒരു നെടുവേ കൂടെ ഷാനവാസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും ക്യാച്ച് ഫിഷിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ തന്നെ നമ്മളെ പോപ്പറെല്ലാം കൂടെ കടിച്ച് പൊട്ടിച്ചിട്ടേക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. തൊട്ടപ്പുറത്തായിട്ട് ഒരു പെരുവറ്റയുണ്ട്. അപ്പോൾ നമുക്കടിച്ച ഈ പെരുവറ്റയാണ് ഈ പണി കാണിച്ചിരിക്കുന്നത്. സെറ്റ് മൊയിലാളി പെരുവറ്റേര. ആക്ച്വലി ഈ മീൻ അടിക്കുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, എന്നെ വിളിച്ച് പറയുമായിരുന്നു. ഈ മീനെ കിട്ടിയ സമയത്ത് ഇവരെടുത്ത കുറച്ച് ഫൂട്ടേജസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇവർ പറഞ്ഞതനുസരിച്ച് ഒരു 15 മിനിറ്റോളം നല്ല ഫൈറ്റാണ് ഈ വറ്റ കാഴ്ചവെച്ചത്. നിർഭാഗ്യവശാൽ നമ്മളിവിടെ ഇല്ലാതായിപ്പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത കൊമ്പന് വേണ്ടിയുള്ള കാസ്റ്റിംഗ് തുടരുവാണ്. ഇത്രയും വലിയ മീൻ നിൽക്കുന്ന ടൈമിൽ നമ്മൾ പോപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. GT, നെടുവ അതുപോലെയുള്ള മീനുകൾക്ക് പോപ്പർ തന്നെയാണ് ബെസ്റ്റ്. ഒരേ കണക്കിൽ നിന്ന് കാസ്റ്റ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ ആക്ഷൻ മാറ്റുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവാണ് ഗൈസ്. കുറച്ച് നേരമായിട്ട് നമ്മളിവിടെ കാസ്റ്റ് ചെയ്യുകയാണ്, വലിയ റിസൾട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഷാനവാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ഇറങ്ങി നിന്ന് കാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് കൂടുതൽ ലെങ്തിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അടിച്ചിട്ടുണ്ട് ഗൈസ്. ഷാനവാസ് ഷാനവാസ് മീനെടുത്ത് മീനെടുത്ത് അടിക്കല അടിക്കല്ല. ഇവിടെ നമുക്ക് വലിച്ചു കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ കല്ലിൽ കൂടെ ഓടി എത്രയും വേഗം ബീച്ചിൽ എത്തേണ്ടതുണ്ട്. വീഡിയോ എടുക്കും. കുക്ക് കൊള്ളാം കേട്ടോ, കുഴപ്പമില്ലാതെ കുക്കാണ്. ഉടക്കിയതാണ് ഞാൻ നിന്നെ വിളിച്ചത്. വലിയ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് പേടി അങ്ങോട്ട് കൊടുക്കാൻ. അല്ല തിരിച്ചു താങ്ക് യു. ഗൈസ് അടിച്ച് നെടുവാണ് ഗൈസ്. ഫോക്കസ് ഉണ്ടോ? ഒരു നെടുവ ഒരു വറ്റ. ഇത്രയും വലിയ മീനായതുകൊണ്ട് തന്നെ നമ്മളിതിനെയൊന്നും വീട്ടിൽ കൊണ്ട് പോകുന്നില്ല. നമ്മളിതിനെ കൊണ്ട് കയറി വന്നപ്പോൾ തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകാർ ചോദിച്ചു, നമ്മൾ അവർക്ക് കൊടുക്കുവാണ്. ഇനി ഇവിടെ വരുന്ന ഗസ്റ്റിനെല്ലാം ഇത് വെച്ചിട്ടുള്ള പല വെറൈറ്റി ഡിഷ് ആയിരിക്കും കേട്ടോ കിട്ടാൻ പോകുന്നത്. സംഭവം നല്ല കിഡിലുമായിട്ട് ഇവർ ഡിസ്പ്ലേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.